നോക്കാം ഇതുവരെയുള്ള വാർത്തകൾ ക്യാപ്സ്യൂളിലൂടെ. ആറന്മുള വെള്ളസദ്യ വിവാദത്തിൽ ആചാര ലംഘനം നടത്തിയിട്ടില്ല എന്ന മന്ത്രി വി എൻ വാസവൻ. 21 ദിവസത്തിന് ശേഷം കത്ത് പുറത്തു വന്നത് ആസൂത്രണമാണെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങുകൾ പൂർത്തിയാക്കണമെന്നെങ്കിൽ സദ്യ കഴിക്കണമെന്നാവശ്യപ്പെട്ടു എന്നും മന്ത്രി. CPM നേതൃത്വത്തെ വെട്ടിലാക്കി ആലപ്പുഴയിലെ മുതിർന്ന നേതാവ് ജി സുധാകരൻ. മന്ത്രി സജി ചെറിയാനും മുതിർന്ന നേതാവ് AK ബാലനുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് സുധാകരൻ ഉന്നയിച്ചത്. തന്നെ ഉപദേശിക്കാനുള്ള പ്രായമോ യോഗ്യതയോ സജി ചെറിയാന് ഇല്ല എന്ന ജി സുധാകരൻ തുറന്നടിച്ചു. സുധാകരന്റെ രീതിയിൽ മാറിയിട്ടില്ലെന്ന AK ബാലന്റെ പരാമർശത്തിനും കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയത്. ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റ പേരാമ്പ്രയിലെ സംഘർഷത്തിൽ 5 UDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. CPM തിരക്കഥയിൽ പോലീസ് നടക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പാലക്കാട് പിരായിരിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വഴിതടഞ്ഞ സംഭവത്തിൽ രാഹുലിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ്. അന്യായമായി സംഘം ചേർന്ന് വഴിതടഞ്ഞ് വാഹനത്തിന് കേടുപാട് വരുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ BN വാസവൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നടത്തണമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. കൊള്ളയ്ക്ക് പിന്നിൽ ഉദ്യോഗസ്ഥർ മാത്രമല്ല ഭരണാധികാരികളുമുണ്ട്. ആറന്മുളയിൽ VN വാസവൻ നടത്തിയത് ആചാര ലംഘനമാണെന്നും അടൂർ പ്രകാശ്. കെനിയുടെ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗ കേരളത്തിൽ വെച്ച് അന്തരിച്ചു. കൂത്താട്ടുകുളത്തെ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് 80-കാരനായ റെയ്ല ഒഡിംഗയുടെ മരണം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ പറവൂരിലെ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ അറസ്റ്റിൽ. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ 1-ാം പ്രതിയാണ് ഗോപാലകൃഷ്ണൻ. വനഭൂമിയിൽ കെട്ടിടങ്ങളുടെ വിസ്തൃതി നോക്കാതെ പട്ടയം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിന് തീരുമാനം. 1977 മുൻപ് വനഭൂമി കൈവശം വെച്ചു വരുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ ഭൂമി പതിച്ചു നൽകാൻ വ്യവസ്ഥയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭാ തീരുമാനം. കേരളപ്പിറവി ദിനത്തിൽ പ്രത്യേക നിയമസഭ ചേരും. അതിദാരിദ്ര്യമില്ലാത്ത കേരള പ്രഖ്യാപനമാണ് പ്രധാന അജണ്ട. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP നേതാവ് K സുരേന്ദ്രന് ഹൈക്കോടതിയുടെ നോട്ടീസ്. കുറ്റപത്രം തള്ളിയതിനെതിരായ സർക്കാർ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചാണ് നടപടി. ഹർജി ഈ മാസം 30-ന് വീണ്ടും പരിഗണിക്കും. CPI തിരുവനന്തപുരം ജില്ലാ കൌൺസിലിൽ നിന്ന് മീനങ്കൽ കുമാറിനെ പുറത്താക്കി. സംഘടനാ വിരുദ്ധ പ്രവർത്തനം ആരോപിച്ചാണ് നടപടി. കോട്ടയത്ത് വിവിധ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരുടെ യോഗം ആരംഭിച്ചു. സിറോ മലബാർ എക്യുമെനിക്കൽ എഡ്യൂക്കേഷൻ കമ്മീഷനുകളുടെ ആഭിമുഖ്യത്തിലാണ് യോഗം. എയ്ഡഡ് ഭിന്നശേഷി നിയമനം അടക്കമുള്ള വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യും. കോട്ടയം റവന്യൂ ജില്ലാ കായികമേളയ്ക്കിടെ പ്രതിഷേധം. കായിക അധ്യാപകരുടെ സംയുക്ത സംഘടനയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം അരങ്ങേറിയത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമായ കായിക അധ്യാപക സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക, കായിക വിദ്യാഭ്യാസ നിർബന്ധിത പാഠ്യ വിഷയമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. തിരുവനന്തപുരം കല്ലിയൂരിൽ +2 വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ദേഹാസ്വാസ്ഥ്യം. പുന്നമൂട് സ്കൂളിലെ 7 +2 വിദ്യാർത്ഥികളെയും 2 അധ്യാപകരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ അടിച്ചതിന് പിന്നാലെയാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായതെന്നാണ് സൂചന. വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. ഉച്ചയ്ക്ക് ശേഷം 1 ഗ്രാം സ്വർണ്ണത്തിന് 50 രൂപയാണ് വർദ്ധിച്ചത്. 1 പവൻ സ്വർണ്ണത്തിന് 400 രൂപ വർദ്ധിച്ച് ഇന്ന് വില 94,920 രൂപയായി.